പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 4-ാമത്തെ വാക്യം പറയുന്നത്, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയുമില്ല. ഈ രണ്ട് വചനങ്ങളും രണ്ട് വ്യത്യസ്തമായ നിലകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് വചനങ്ങളും നമ്മോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ഈ വചനം പറയുമ്പോൾ അവൻ വഴി നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു പ്രഭാത പ്രാർത്ഥനയായിട്ടാണ് ഈ സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായത്തെ നമുക്ക് വായിക്കുവാനും പഠിക്കാനും കഴിയുന്നത്. സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമി, യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭക്തനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉയരുന്ന പ്രാർത്ഥനയുടെ ശബ്ദമാണ്. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എത്ര ആകാംക്ഷയോടെ, ആത്മാവിൽ നിറയപ്പെട്ട ആത്മദാഹത്തോടെയാണ് പ്രാർത്ഥന. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ഹൃദയം ഉരുകി മനസ്സുരുകി ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതം തകർന്ന തരിപ്പണമായ ജീവിതം, ആമിമുള്ളും പറക്കാരെ കൊണ്ട് നിറയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നിന്റെ പ്രാർത്ഥന ജീവിതം തടസ്സപ്പെട്ടു പോകും. നിന്റെ ആത്മീയ ജീവിതം പോലും തടസ്സപ്പെട്ടു പോകും. അപ്പൊ രാവിലെ നിനക്ക് എഴുന്നേറ്റ് ദൈവത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുവാനോ ദൈവത്തിൽ ഒരുങ്ങിയിരിക്കുവാനോ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദുഷ്ടൻ നമ്മെ അവന്റെ തന്ത്രങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ട നിന്നോടുകൂടെ അമേലലിയ പാർക്കുകയുമില്ല. അപ്പൊ നേർവഴിയിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് തരുമ്പോൾ നമ്മൾ നേർവഴിയിലേക്ക് തന്നെ നടക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപമുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപിയുടെ ഹൃദയത്തിന് വസിപ്പാനും കഴിയില്ല. നമുക്കറിയാം, പല സഭകളും പഠിപ്പിക്കുന്ന, പല ഉപദേശങ്ങളും പഠിപ്പിക്കുന്നത്, പലരും ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, യേശു ക്രിസ്തു നമ്മുടെ കഴിഞ്ഞ കാല പാപത്തെയും വർത്തമാനകാലത്തെയും പാപത്തെയും ഭാവി കാലത്തെയും പാപങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി. അങ്ങനെ നമ്മൾ പറയുന്നു, അങ്ങനെ ചില വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ, നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിച്ച് കർത്താവ് ക്രൂശിൽ വെച്ച പാപത്തെ മുഴുവൻ നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുമ്പോൾ, കർത്താവോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈ ഭാവി കാലത്തിൽ നിങ്ങൾ പാപം ചെയ്താൽ അതിന് ദൈവം മാപ്പ് തരത്തില്ല. നാം ഒരിക്കൽ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം വിട്ടുകൊടുത്താൽ പിന്നീട് പാപജടത്തിൽ ജീവിക്കാൻ പാടില്ല. തുടർച്ചയായി നാം പാപം ചെയ്തുകൊണ്ടിരിക്കുവാനും പാടില്ല. കർത്താവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ ലോകത്തിന്റെ പാപത്തിലേക്ക് വീണു പോകാതെ നേർവഴിയിലൂടെ യാത്ര നടക്കുവാൻ നിങ്ങൾ തന്നെ ഒരുക്കിയെടുക്കണം. അല്ലെങ്കിൽ നാം ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി തരുമ്പോൾ നാം അതിൽ പിന്തിരിഞ്ഞ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എത്ര കാലമായി നീ കരഞ്ഞ് നിലവിളിച്ച് കണ്ണുകളിലൂടെ കഴിയുന്നു? ജീവിതത്തിലൊരു നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു സുരക്ഷിതത്തിന് വേണ്ടി എത്ര കാലമായി നീ നിലവിളിക്കുന്നു? ഇന്ന് ജീവിതത്തിനൊക്കെ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ അല്ലേ നീ യാത്ര ചെയ്യുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അനുദിന ജീവിതത്തെ നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന ചില അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങളെ ദൈവം നീക്കും. നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ കെടുത്തിക്കളയുന്ന, കുടുംബജീവിതത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന സാത്താന്റെ തന്ത്രങ്ങൾ, അതിൽ നിന്ന് നീ വിടുവിക്കപ്പെടണമെങ്കിൽ നേരായ വഴിയിലേക്ക് നടക്കുവാൻ, നേർവഴിയിലേക്ക് നടക്കുവാൻ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച നേർവഴി നീ തിരഞ്ഞെടുക്കണം. അല്ല, ഒരിക്കൽ കർത്താവായ യേശുവിന്റെ പാപമെല്ലാം ക്ഷമിച്ചെന്റെ പാപത്തിന് പരിഹാരം തന്നു, അതുകൊണ്ട് എനിക്ക് ഇനി എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞ് നീ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊരിക്കലും ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നില്ല.
അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയുമില്ല. ദൈവം വിശുദ്ധന്മാരോടൊപ്പമാണ്, നീതിമാന്മാരോടൊപ്പമാണ്. നീതിമാൻ വിശുദ്ധൻ, അവൻ ദൈവസനി രാവിലെ പ്രാർത്ഥന ആരംഭിക്കും, ദൈവസനിൽ പ്രാർത്ഥിച്ച് ദൈവസന ആലോചന പ്രാപിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, എന്നെ കേൾക്കുന്ന ദൈവക്കന്മാരോട് പറയട്ടെ, കൗമാരക്കാരോട് പറയട്ടെ, അതിരാവിലെ നീ എഴുന്നിട്ട് ദൈവത്തിന് മുഴകാലം അടക്കി പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ പോകേണ്ടുന്ന പാത കാണിച്ചു നൽകണമേ. ഞാൻ ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കണം, ഭവനത്തിൽ എങ്ങനെയായിരിക്കണം, കുടുംബജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, അപ്പനും മക്കളും മരുമക്കളും എങ്ങനെയായിരിക്കണം, സഭയിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജ് സ്കൂളുകളിൽ ഞാൻ എങ്ങനെയായിരിക്കട്ടെ, പ്രവർത്തകരുമായി എൻ്റെ അധ്യാപകരുമായി ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നീ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് ആലോചനകൾ പറഞ്ഞു തരും. അതെ, നീ നിന്നെ തന്നെ തകർത്ത് കളയരുത്. നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ പിശാച് നിനക്ക് ചുറ്റും വലവിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചിന്റെ വലയിൽ നീ വീണു പോകരുത്, അവന്റെ കെണിയിൽ നീ വീണു പോകരുത്. ആമേൻ. നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി അവർ നിന്നെ കാത്ത് സംരക്ഷിക്കുമ്പോൾ, ആ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അനുദിന ജീവിതത്തിൽ നീ നടക്കേണ്ടുന്ന വഴിയിലൂടെ നടക്കുവാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിന് നിന്റെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ അനാഥയല്ല, നീ ഏകനല്ല, നീ ഏകാന്തത അനുഭവിക്കുന്നവൾ. അതൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചിന്തകളാണ്. പക്ഷെ നിന്നെ സ്നേഹിപ്പാനും കരുതുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്റെ സങ്കടങ്ങൾ ക്ഷമയോടെ കേൾക്കുവാനും നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനും കഴിയുന്ന ഒരു നല്ല യേശുവുണ്ട്. നീ കടന്നു പോകുന്ന മാനസിക വേദനയുടെ നിലവിൽ, സങ്കടങ്ങളുടെ ദുഃഖത്തിന്റെ നിലവിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന കരം കർത്താവിന്റെ കരമാണ്. അതെ, ആ കരത്തിനുകൾ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവ പാദപിടത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രാർത്ഥന നഷ്ടപ്പെട്ടുപോയി, ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടുപോയി, ആരാധന നഷ്ടപ്പെട്ടുപോയി, ദൈവത്തോടുള്ള സമർപ്പണം നിനക്ക് നഷ്ടപ്പെട്ടുപോയി, ദൈവികമായുള്ള സംസർഗം നഷ്ടപ്പെട്ടുപോയി. എന്തിനേറെ പറയുന്നു, ജീവിതത്തിൽ ആമിയെടുത്ത പൊങ്ങാത്ത ഭാരം നീ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ? നിന്റെ ഹൃദയത്തിന്റെ ഭാരം അത് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ദുഃഖങ്ങൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? മരിച്ച വീട്ടിലെ കണ്ണുനീര് പോലെ നിന്റെ ജീവിതത്തിൽ അനുദിന ദുഃഖത്തിന്റെ കണ്ണുനീർ നീ വാർത്തുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ അതിനൊക്കെ ഏത് പകലിൽ മോചനം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന ഏത് ദുർഘടമായ അനുഭവമായിരുന്നാലും എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു പുതുവഴി, അതായത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ സകല പാപങ്ങൾക്കും പരിഹാരം നിന്നെ ശുദ്ധീകരിച്ച് നീതിമാനാക്കിയെടുത്ത ദൈവം, നിന്നെ നീതീകരിച്ച ദൈവം അവന്റെ നീതി നിന്നിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ലോകം പറയുന്നതിനക്ക് ഇനി രക്ഷയില്ല. ദൈവം പറയുന്നതിന്റെ നന്മയുടെ വാതിൽ നിനക്ക് ഞാൻ തുറന്നിരിക്കുക. ദൈവം നിന്റെ മുമ്പിൽ വാതിൽ തുറന്നാൽ ലോകത്തിന് അടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം ലോക ശക്തികൾക്ക് അടയ്ക്കാൻ കഴിയാത്ത ചില നന്മയുടെ വാതിലുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, നേർവഴിക്കുള്ള വഴി എന്നെ നടത്തണമേ എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുള്ള സകല ജനത്തെ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിൽ വീണ് കർത്താവേ, സമാധാനമില്ലാതെ അലയുന്ന അനവധി ആളുകളെ ദൈവം നേരായ പാതയിലൂടെ രാവിലെ ദൈവമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവ പാതപ്പെടത്തിരുന്ന് ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല സകല ജനത്തിന്മേലും ദൈവകൃപ പകരണമേ. സകല ജനത്തിന്മേലും അവിടുത്തെ നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.